Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbana lakal hamdan kathiran tayyiban mubarakan fih. Inna dina inda Allahil Islam. Allahumma la sahla illa ma ja'altahu sahla wa anta tajalul hasana idha shi'ta sahla. Assalamu alaikum wa rahmatullahi wa barakatuhu. My beloved sisters. നമ്മൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അല്ലേ, സ്വർഗത്തിലെ ഹൗ ടു ഓപ്പൺ ഡോർസ് ഓഫ് എന്ന അല്ലെ, സ്വർഗത്തിലെ 8 വാതിലുകളും എങ്ങനെ തുറപ്പിക്കാം അല്ലെ. അതായത് നമുക്കറിയാം, ഒരു വാതില് തന്നെ കഷ്ടിച്ച് എന്തെല്ലാം പ്രതിബന്ധങ്ങൾ, എന്തെല്ലാം പരീക്ഷണങ്ങൾ, എന്തൊക്കെ ടെസ്റ്റുകൾ, എന്തെല്ലാം കിതാബ് ക്ലിയർ ചെയ്തില്ല, എന്തെല്ലാം പരീക്ഷ, ജീവിതകാലം മുഴുവനും നമ്മൾ ടെസ്റ്റാണ്, നമ്മളെ ഫുള്ള് ടെസ്റ്റ് ചെയ്ത് അവസാനം വലത്തെ കയ്യിൽ ഗന്ധം കിട്ടിയാൽ മാത്രം ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ആ അവസ്ഥയിൽ ഒരു വാതിൽ തന്നെ തുറക്കാൻ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ഓഫറുകൾ നിരത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ കാണൂല. നമ്മളൊരു കണ്ണം കണ്ടിയിലോ മൈജിയിലോ വേറെ എവിടെങ്കിലൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ അവിടെ പോയി അല്ലെ, തിക്ക് കൂടി അങ്ങനെങ്കിൽ ആണുങ്ങൾ ഉണ്ടായാലും വേണ്ടിയില്ല ഞാനും പോയി വാങ്ങി വരും അല്ലെ. പക്ഷെ അള്ളാന്റെ ഓഫറുകളൊന്നും നമ്മൾ കാണൂല. അത് പണ്ടപ്പോഴോ ഞാൻ എടുത്ത ക്ലാസ് ആണ്. ഞാൻ വീണ്ടും പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അല്ലേ, അവർക്കായി കണ്ണുകൾക്ക് കൺകുളിർമ നൽകുന്ന എന്തെല്ലാമാണ് അള്ളാഹു മറച്ചു വെച്ചിരിക്കുന്നത് എന്നാരും അറിഞ്ഞിട്ടില്ല. അവർ ചെയ്തിരുന്ന കാര്യങ്ങളുടെ പ്രതിഫല ബിമാ കാനൂ യഅമലൂൻ. ഇതൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാ? അവരെന്തെല്ലൊക്കെ ചെയ്തതിന്റെ ഫലാണ് അല്ലേ. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലല്ലാഹു അസ്സ വജല്ല അഅദത്തു ലിബാദിയ സ്വാലിഹീന മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖത്തർ അലാ ഖൽബിൽ ബശർ. അപ്പൊ ആകെ മൊത്തം ടോട്ടല് സ്വർഗത്തിലെ കാര്യം എന്ന് പറയുന്നത് എല്ലാറ്റിനും ഒരു ഇമ്പം ഉണ്ടാവും, പ്രത്യേകതയുണ്ടാവും, മഹത്വം ഉണ്ടാവും അല്ലെ. ആരും ഇന്നേവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ വരച്ച് കാണിക്കുന്ന ഈ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോസോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെയും എന്താന്ന് വെച്ചാല് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഭൂമിയിൽ തന്നിട്ടുള്ള ചിത്രകാരന്മാരോ ഫോട്ടോഗ്രാഫേഴ്സിന്റെയും കഴിവ് പകർത്തിയിട്ടുള്ളത് മാത്രമാണ് അല്ലെ. അതല്ലാണ്ട് ഇതൊന്നും ഒറിജിനാലിറ്റി അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വർഗത്തിലത്തെ അത് ഇന്റേർലി ഡിഫറെന്റ്. ഒന്നും നമുക്ക് ഏകദേശം ഇത് താഴ്വാരത്ത് കൂടി അരുവികൾ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഭാവന കാണാം. വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയി നിന്നാൽ നമുക്ക് ഭയങ്കര ആസ്വാദനം, നല്ല കുളിർമാണ്, നല്ല തണുപ്പാണ്. വെള്ളം ഇങ്ങനെ സ്പ്രേ അടിക്കുമ്പോൾ നമ്മളെ മേത്തേക്ക് എന്തോ ഒരു തണുപ്പാ. പക്ഷെ അവിടെ നിൽക്കാൻ നമുക്ക് പേടിയാ. അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ നിന്ന് കഴിഞ്ഞാൽ ബേബി പിന്നെ ചിലപ്പം മഴവെള്ള പാച്ചളി വന്ന് പിന്നെ വയനാട് ഉരുൾപൊട്ടിയ പോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒലിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് അതേസമയം നിൽക്കാൻ പേടിയാ. രാത്രി ആകുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെയൊക്കെ എത്ര നല്ല സുഖവും സന്തോഷവും ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആസ്വാദനങ്ങളൊന്നും തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയ വിഷമുണ്ട് അല്ലെ. സ്വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും ഇല്ല അല്ലെ. നമ്മളിനി എത്ര സമയം വെള്ളത്തിൽ കിടന്നാലും, എത്ര നീന്തിയാലും, എത്ര കടൽ കുളിച്ചാലും, എന്തെല്ലാം ടൂറിസം പ്ലേസുകളൊക്കെ എന്റർടൈൻ ചെയ്താലും നിസ്കാരം നോമ്പ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല, വീട്ടിലെ ജോലികളും ഇല്ല അല്ലെ. നിങ്ങൾ സ്വർഗം ഭാവനയിൽ കാണാറുണ്ടോ? സ്വർഗം ഭാവനയിൽ കാണണം അല്ലെ. അതായത് ഈ ആണുങ്ങൾക്ക് സ്വർണവും പട്ടുവസ്ത്രങ്ങളും ഹലാല. അവിടുന്ന് അവര് പട്ടിന്റെ ഡ്രസ്സൊക്കെ ഇടും, ആഭരണങ്ങൾ അണിയും അല്ലെ. അതൊക്കെ എങ്ങനെ ഉണ്ടാവും കാണാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം പൊന്നെന്ന് വെച്ചാൽ നമ്മൾ ഉളു എടുക്കുമ്പോ കയറ്റി കഴുകി കഴിഞ്ഞ അവിടം വരെ പൊന്ന അല്ലെ. കാലിനും മടുമ്പുമ്പോ മേലോട്ട് കഴുകി കഴിഞ്ഞാൽ അവിടെ അത്ര വീതിയുള്ള പാദസരം, കയ്യിന്റെ മേലോട്ട് കഴുകി കഴിഞ്ഞാൽ വള അവിടം വരെ അത്രയും വളക്കെ ഇടുക പറയുമ്പോ നമുക്ക് ഇവിടുന്ന് ആലോചിക്കുമ്പോ ഒരു മോശപ്പെട്ട പോലെ തോന്നും. പക്ഷെ ഇവിടെ മോശമല്ല, നമുക്ക് അവിടെ പോയി ഉപയോഗിക്കാനും പറ്റൂല അല്ലെ. ഒരു പണത്തൂക്കം പൊന്നു വരെ ഇപ്പൊ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഇവിടെ പറ്റൂല. പക്ഷെ അവിടെ എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര എന്തായിരിക്കും
ഒരു കാഴ്ച, ഒരു സുഖാനുഭൂതി ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ഒരു സ്വിമ്മിംഗ് പൂൾ കണ്ടില്ലേ, ഇതിൽ പല പല ലേയേഴ്സ്, അതായത് ചിൽഡ്രൻസിന് വേറെ, അഡൾട്ട്സിന് വേറെ, പിന്നെ 10 വയസ്സിന് ചോടെ, 5 വയസ്സിന് ചോടെ, 15ന്റെ മീതെ, ഇങ്ങനെ ഓരോ ഹൈറ്റ് ലെവൽ ചെയ്തിട്ടാണ് ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക. അങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന കേട്ടാൽ നമ്മളെ കുട്ടികൾക്ക് യാതൊരു ഉറക്കവും ഉണ്ടാവില്ല. സ്വിമ്മിംഗ് പൂൾ എന്ന് വെച്ചാൽ കുട്ടികൾക്കല്ല, ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അപ്പൊ അവിടെ പോയി ഒന്ന് നീന്തി, അങ്ങനെ നീന്തുമ്പോ തന്നെ നമുക്ക് പേടി, നമ്മളെ ഡ്രസ്സ് എവിടെയും കാണോ, നമ്മളെ കൈ കാണോ, കാല് കാണോ, കുട്ടികൾ കുളിച്ചാ വെള്ളത്തിൽ കുളിച്ചാ ചെവിയിൽ കടക്കും. അപ്പം ഭയങ്കര പ്രശ്നമുള്ള ഒരു സമയവും കൂടാണ്. ബ്രെയിനിൽ എന്താണ് ഇൻഫെക്ഷൻ വരുന്ന ഒരു തരം പ്രത്യേകതരം ബാക്ടീരിയ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താണെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനത്തിൽ ഇവിടെ ചെയ്യാൻ സമ്മതിക്കില്ല. കുറഞ്ഞ സമയം വരെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം മാത്രമല്ല, അവരെ വെള്ളം ക്ലീൻ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല അല്ലെ. എപ്പോഴും ഫുള്ളി നല്ല റിസോർട്ടൊക്കെ ആണെങ്കിൽ ഫുള്ളി ഒരു ക്ലീൻ ചെയ്ത ഒരു ഇല വരെ പെറുക്കും അതിനകത്തുനിന്ന്. പക്ഷെ അത്രക്ക് നല്ലതൊന്നും അല്ലെങ്കിൽ അവര് ക്ലോറിനേറ്റഡ് ആണോ എന്നൊക്കെ ഉള്ള പേടി ഉണ്ടാവും. ഇനിയിപ്പോ ബ്രെയിനെ ബാധിക്കുന്ന, ഇൻഫെക്ട് ചെയ്യുന്ന പനി വരുമോ എന്നുള്ള പേടി ഉണ്ടാവും അല്ലെ. കുറച്ച് സമയം അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ഒരു പ്രത്യേക സമയം വരെ. അത് കഴിഞ്ഞാൽ ഒരു നമ്മൾ ആട്ടിപ്പായിപ്പിക്കും അല്ലെ. അപ്പൊ ഈ സ്വർഗത്തിൽ ഇതിനൊന്നും ലിമിറ്റേഷൻ ഇല്ല, എല്ലാം അൺലിമിറ്റഡ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ, നമ്മൾ ഇങ്ങനെ തമാശ പറയുന്നു കിടക്കുന്നു. അപ്പൊ ഇന്നൊരു ഭാഷമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഒരു 2 മരങ്ങൾ പോലെ. ആ മരങ്ങൾ എന്ന് പറയുന്നത്, അതിന്റെ ചോല എന്ന് പറയുന്നത് എത്രമാത്രം ഉണ്ടാവും ഞങ്ങളോട് പറയാം. ഒരു മരത്തിന്റെ ചോല, അതിവേഗതയുള്ള കുതിരക്കാരൻ 100 വർഷം ഓടണമല്ല. അപ്പം ഒരു കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ 100 വർഷം ഓടിയാ എവിടെ എത്തുക? നമ്മൾ കണ്ണൂരൊക്കെ എത്തുമ്പോ ഒരു 3-4 മണിക്കൂർ മതി അല്ലെ. അതൊരാകെ കുറച്ച് സമയം മതിയല്ല. അപ്പൊ 100 വർഷം ഓടുകയെന്ന് വെച്ചാൽ ഒരു മരത്തിന്റെ ചില്ലാണ് അവിടം വരെ. അവിടുത്തെ തണലിന് എന്താ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല, ചൂടിനാണെങ്കിൽ ചൂടും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലേ റബ്ബേ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് ആർക്കാണേക്കും റബ്ബേ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആരാണേക്കും റബ്ബേ ഇതിന്റെ അവകാശികൾ? ഈ പ്രത്യേക അവസരത്തിൽ ഞാൻ ദുആ ചെയ്യാം, നമ്മളെല്ലാവരും ക്ലാസ് കേൾക്കുന്ന നമുക്കെല്ലാം അല്ലേ, റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു മഹത്തായ ഭാഗ്യം തരട്ടെ റബ്ബേ. എത്ര അമലുകൾ ചെയ്താലും അമലുകളൊക്കെ ആരെങ്കിലൊക്കെ ഓരോ കുറ്റം പറഞ്ഞ് ഇതാക്കി പൈസ തരാനുണ്ട് മറ്റേന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്ന് പിന്നെ കവർന്നു കൊണ്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ എപ്പോഴും അല്ലെ. നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി കൊണ്ട് ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി. ആമീൻ. അപ്പൊ സ്വർഗത്തിന് 8 വാതിലുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അല്ലെ. നരകത്തിന് 8ഉം, നരകത്തിന് 7ഉം സ്വർഗത്തിന് 8ഉം. അവിടെ ഇങ്ങനെ മലക്കുകൾ നിന്നിട്ട് അഭിവാദ്യം സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി, അതിനൊരു പേരിലുള്ള ഒരു സൂറത്ത് തന്നെ ഉണ്ട്, സുമർ അല്ലെ, കൂട്ടം കൂട്ടമായി അങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കും. അതിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട നിലയിൽ അവർ അതിനടുത്ത് വരുമ്പോൾ അവരോട് കാവൽക്കാർ ചോദിച്ചിരിക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു, നിത്യവാസികൾ എന്ന നിലയിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. സൂറത്ത് സുമറിലെ ആ വാക്കുകളാണ്. അപ്പൊ ഇതുവഴി മലക്കുകൾ വിശ്വാസികൾക്ക് സമാധാന സന്ദേശം കൊടുത്തുകൊണ്ട് കടന്നു വരും അല്ലെ. സദ്വൃത്തരായ പിന്നെ മോമിനുകൾ അതിലൂടെ പ്രവേശിച്ചങ്ങനെ പോകും. 8 വാതിലുകളിൽ ഓരോന്നും അറിയപ്പെടുന്നത് അതുവഴി ക്ഷണിക്കപ്പെടുന്നവരുടെ കർമ്മങ്ങളുടെ പേരിലാണ്. ഓരോ വാതിലിനും ഓരോ പ്രത്യേകത ഉണ്ട് അല്ലെ, ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ എന്ത് കർമ്മമാണോ കൂടുതൽ ചെയ്തിട്ടുള്ളത് അതിലൂടെ ആയിരിക്കും നമ്മൾ പ്രവേശിക്കുന്നത്. ഏത് പുണ്യകർമ്മമാണോ ഒരാൾ ഊന്നൽ നൽകിയിരിക്കുന്നത് അതിനനുസരിച്ച് അതിനുള്ള കവാടത്തിലൂടെയായിരിക്കും ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട്. അതിലൊരു വാതിലിന് റയ്യാൻ എന്നാണ് പേര്. അത് നോമ്പുകാരൻ അല്ലെ, നോമ്പുകാരൻ പ്രവേശിക്കുന്ന വാതിലാണ് റയ്യാൻ. നോമ്പുകാരല്ലാതെ മറ്റാരും അതുവഴി കടക്കുകയുമില്ല. അവർ പ്രവേശിക്കുന്നതോടെ അത് അടച്ചു പൂട്ടുകയും ചെയ്യും. മറ്റാരും അതുവഴി പ്രവേശിക്കുകയുമില്ല. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖു അലൈഹി ആയ ഹദീസാണ്. പിന്നെ ഈ 5 ഒരു സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കർമ്മങ്ങളില് 5 കർമ്മങ്ങളാണ് പറയപ്പെടുന്നത്. 5 എണ്ണം കേട്ടോ. 5 പ്രവർത്തനങ്ങൾ കാരണം സ്വർഗത്തിലെ 8 കവാടങ്ങളും തുറക്കുന്നാണ് പറയുന്നത്. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. സ്വർഗത്തിന്റെ വാതിൽ കട്ടിൽക്കിടയിലുള്ള ദൂരം മക്കയുടെ ഹിംബറിന്റെ, അതായത്
മക്കയുടെയും ബുസ്രയുടെയും ഇടയിലുള്ള ദൂരത്തിന് സമമാണ്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയുന്നു. 2 വാതിൽ കട്ടിലകൾക്കിടയിൽ 40 വർഷത്തെ വഴിദൂരമാണെന്നും ആളുകൾ നിറയുന്ന ഒരു ദിവസം വരുമെന്നും ജനങ്ങളോട് പറയപ്പെട്ടിരിക്കുന്നു അല്ലെ. ആ അത്രയും 40 വർഷത്തെ വഴിദൂരം നമുക്ക് ആ സ്ഥലങ്ങളൊന്നും പരിചയമില്ല. എത്രയോ കിലോമീറ്ററുകളോളം വീതിയിലുള്ള വാതിൽ കട്ടില. നമുക്കൊക്കെ അതിറ്റ് ആ വാതിൽ കട്ടില ഇവിടെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ. ഏറി വന്ന 1 മീറ്റർ അല്ലെ 2 മീറ്റർ അല്ലെ, അതിലധികം വാതിൽ കട്ടില വെക്കുകയാണെങ്കിൽ ആ മരത്തിനൊരു താങ്ങ് കൊടുക്കേണ്ടി വരും അല്ലെ. ഇവിടെ അത്രയല്ലേ പറ്റൂ. പക്ഷെ ഇത് ഇത്രമാത്രം വീതിയുള്ള വാതിൽ കട്ടില. നമ്മളെ ഭാവനയെ കാണാൻ ഈ സ്ഥലങ്ങൾ മക്ക കഴിഞ്ഞ് ഹമീർ എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പരിചയമില്ല അല്ലെ. എത്ര ദൂരം ഉണ്ടെന്നും അറിയില്ല. അത്രയും വിശാലമായ ആ വാതിലുള്ളിൽ കൂടെ ജനങ്ങൾ ഇങ്ങനെ നൊരച്ച് കയറും പോലെ ഞാൻ മുന്നിൽ എന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരു അവസരത്തിലില്ലേ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എവരെയും ഉൾപ്പെടുത്തട്ടെ അല്ലെ. എപ്പോൾ അത് ദുആ ചെയ്യണം അല്ലെ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേന്ന്. അപ്പോ അങ്ങനെ കേറ്റുന്ന എന്നുള്ള 5 ടിപ്സ് ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. 5 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തും. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. 1, നിങ്ങളിൽ ഒരാൾ ഞാൻ വുളു ചെയ്ത പോലെ വുളു ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്ത പോലെ വുളു ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അതായത് ചില വുളുക്കാരൻ എന്താക്കുന്ന് വെച്ചാൽ കഴുകാൻ പറഞ്ഞതും കഴുകും, പിന്നെ തടവാൻ പറഞ്ഞതും കഴുകും. അങ്ങനെയല്ല വുളു. വുളു എന്ന് പറയുന്നത് ചെവിയും തലയും ഒഴിച്ച് ബാക്കിയെല്ലാം കഴുകലും ചെവിയും തലയും തടവലും മാത്രമാണ്. അത് അങ്ങനെ തന്നെ ചെയ്യണം അല്ലെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്സനു വുളു എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുകയും വുളുവിൽ നിന്ന് വിരമിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. അവൻ ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാവുന്നതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്താണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതായത് യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവൻ പങ്കുകാരനില്ലാത്തവനുമാണ്. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനും അടിമയുമാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. ഈ സാക്ഷ്യവചനം ചൊല്ലിക്കഴിഞ്ഞാൽ ഇപ്രകാരം എങ്ങനെ സ്വർഗത്തിന്റെ 8 വാതിലിലൂടെ പ്രവേശിക്കാം. ഇനി ഓൾറെഡി നമ്മളൊക്കെ ഇത് ചെല്ലുന്നവരാണ് അല്ലെ. നമ്മളൊക്കെ അത് പിന്നെ എന്ന് പറയുന്നത് അതങ്ങനെ ഒരു ചെല്ലലായിട്ട് ചെല്ലും. പക്ഷെ അതല്ല, ഇത് നല്ലോണം ഇരുന്ന് റാഹത്തിൽ കൈകൾ ഉയർത്തി തന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു പവിത്രത ഉണ്ട് അല്ലെ. കാരണം ഇത് ഇത്രയും മഹത്തായ ഒരു ദുആണ്. കാരണം ഒരുപാട് അമലുകളൊന്നും ചെയ്താൽ പോലും സ്വർഗത്തിലേക്ക് കടക്കാത്തത് ഒരു വിചാരണയൊന്നും ഇല്ലാണ്ട് 8 വാതിൽ ഓപ്പൺ ആയിട്ടിട്ട് നിങ്ങൾ കടന്നോളി എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞു ദുആ, ഒരു കുഞ്ഞു ഷഹാദത്താണ്. അപ്പൊ അത് വളരെ അർത്ഥം മനസ്സിലാക്കി വളരെ എന്താ പറയാ തഖ്വയോട് കൂടി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് 8 വാതിലിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. എല്ലാ ഭക്തിയിൽ ഇപ്രകാരം ചെല്ലുമ്പോലെ നമുക്കെല്ലാം അറിയാം. നമ്മളെപ്പോ ഉള്ളെടുത്ത് നിസ്കരിക്കാൻ ഇപ്പം 2 മണിക്കൊക്കെ അസറിന് വേണ്ടിയിട്ട് നമ്മൾ ഉളു ചെയ്ത്, ഇപ്പൊ ഞാൻ ഉളുവിലാണുള്ളത്. ഉളു ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കുറെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോകുമ്പോ ഉളു പഴകിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പിന്നെയും ഒന്നും കൂടെ ഉളു എടുക്കുക. അപ്പൊ ഉളുവിനെ പിന്നെ ഒന്നു പുതുക്കുകയാണ് അല്ലെ. ഒന്ന് പുതുക്കി നൂറനാല നൂറിഹി എന്നാ പറയുന്നത് അല്ലെ. അതായത് പ്രകാശത്തിന് മേലെ പ്രകാശമാണ് അത് പുതുക്കിക്കൊണ്ടിരുന്നാൽ. അങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ 2 പ്രാവശ്യം ഇത് ചെല്ലും അല്ലെ. ആദ്യം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നേരത്തെ ചെയ്തു ഉളു ചെയ്തു. അപ്പൊ ഉളു പഴകിയപ്പോ നമ്മൾ വീണ്ടും മൂത്രമൊഴിച്ച് വീണ്ടും ഉളു എടുക്കുകയാണ്. അപ്പൊ നൂറനല അവരുടെ മുഖത്ത് നാളെ പരലോകത്ത് പ്രകാശത്തിന് മേൽ പ്രകാശമായിരിക്കും. അങ്ങനെ ഉളു എടുത്ത ശേഷം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ 8 വാതിലുകളും ഓപ്പൺ ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ ശേഷം ഒരു സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നുള്ളൊരു ദുആയും ഉണ്ട്. അതും നല്ലതാണ്. അതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ദുആ ആണ്. പിന്നെ വുളു എടുക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്നിങ്ങനെ മനസ്സിൽ ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു ഗഫൂർ എന്ന് പറഞ്ഞാൽ എന്റെ പാപങ്ങളൊക്കെ പടച്ചോനെ ഈ വെള്ളത്തിലൂടെ അങ്ങനെ കഴുകിക്കളയണേ, വർഹംനി എന്നോട് നീ കാരുണ്യം കാണിക്കണേ എന്നുള്ളൊരു മനസ്സിലിങ്ങനെ ആയൊരു നെയ്യത്ത് വേണം.
പിന്നെ ഭർത്തൃമതികളായ സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഓഫറാണ് നെക്സ്റ്റ്. അത് നിങ്ങൾക്കെല്ലാം അറിയാലേ, നമ്മൾ പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചതാണ്. ബട്ട് നമുക്കത് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പാലിക്കാൻ പറ്റൂല അല്ലെ. ഒരു സ്ത്രീ അവളുടെ മേൽ നിർബന്ധമായ 5 നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും റമളാനിലെ നോമ്പ് നോൽക്കുകയും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും, അത് മൂന്നും നമ്മൾ ചെയ്യും അല്ലെ. ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുകയും ചെയ്യും, നോമ്പും പിടിക്കും, നമസ്കരിക്കുകയും ചെയ്യും അല്ലെ. പിന്നെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും, സ്വർഗത്തിലെ കവാടത്തിൽ കൂടി നീ പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലെ. ആ വിഷയത്തിലാണ് നമ്മൾ ലേശം വീക്കാവല്. ലേശം നമ്മൾ അഭിപ്രായം പറയും, അപ്പൊ അവിടെ സ്പ്ലിറ്റ് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് ഭർത്താക്കന്മാരെന്ത് പറയുമ്പോഴും ഈ ഒരു നെയ്യത്ത് വിചാരിക്കാൻ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്ന നമുക്ക് സ്വർഗത്തിലെ 8 വാതിലും തുറക്കണം അല്ലെ എന്നുള്ള ഒരു നെയ്യത്തിലാണ്. അൽബാനി ഈ ഹദീസ് സ്വഹീഹ് വൈരി എന്ന് വിശേഷിപ്പിച്ച ഹദീസാണത്. ഇമാം അഹമ്മദ് മുസന്നദിലും ഈ ഹദീസിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഭർത്താവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ മാക്സിമം ശ്രദ്ധ പുലർത്തുക. ഇടക്കിടക്ക് അത് ചോദിക്കുക അല്ലെ, എനിക്ക് ക്ഷമിച്ച് തരണേ, പൊരുത്തപ്പെട്ട് തരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ അത്രയും കാലത്ത് ഉണ്ടാവുമല്ലോ. പെട്ടെന്നൊക്കെ മരിച്ചു പോയാൽ നമ്മൾ ഇടക്കിടക്ക് അങ്ങനെ പൊരുത്തപ്പെടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒരു ഇതെന്ന് പറയുന്നത് ഇതിൽ 3 എണ്ണത്തിൽ നമ്മൾ ആപ്റ്റ് ആയിരിക്കും, അതിലൊന്നുമില്ല. പക്ഷെ 4ാമത്തെ കാര്യം ഒന്നും കൂടെ ശ്രദ്ധ വെച്ചാൽ നമുക്ക് ഈ വകയിലും സ്വർഗത്തിൽ പ്രവേശിക്കാം അല്ലെ. 8 വാതിലും തുറന്നു. പിന്നെ മറ്റൊരു ഷഹാദത്തുണ്ട്. സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല, അതായത് ആരെങ്കിലും പറഞ്ഞാൽ ചൊല്ലിയാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ലെന്നും അല്ലാഹു ഏകനാണെന്നും അവന് യാതൊരു പങ്കുകാരനുമില്ലെന്നും അന്ന അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും ദൂതനും ദാസനുമാണെന്നും അന്ന ഈസ അബ്ദുല്ലാഹി വബ്നു അമത്തിഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം അല്ലേ. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനും ദാസനുമാണെന്നും തീർച്ചയായും ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദാസനും അവന്റെ ദാസിയുടെ പുത്രനും മറിയമ്മിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും മറിയമ മിൻഹു വ അന്നൽ ജന്നത വ അന്ന നാർ ഹഖ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, എന്ന് മൻ ഖാല ആരെങ്കിലും പറഞ്ഞാൽ, അദ്ഖലഹുല്ലാഹ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി സമാനിയത ശാ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മിൻ അയ്യി അബ്വാബിൻ, ഏത് വാതിൽ കൂടെയാണ് അദ്ഖലഹുല്ലാഹ് അവനെ പ്രവേശിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, അതായത് മിൻ സമാനിയത്തെ അവൻ ഉദ്ദേശിക്കുന്ന 8 ഏതായാലും 8ഉം 12 ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നുകൂടെ അല്ല നമുക്ക് കടക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിൽ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ അനുവദിക്കുന്ന പറഞ്ഞ സുബ്ഹാനല്ലാഹ് അല്ലേ. വഫി റിവായത്തി അദ്ഖലല്ലാഹുൽ ജന്നത അലാ മാ കാന മിൻ അമലിൻ, അതായത് അവന്റെ അമലുകളൊക്കെ പൂർണ്ണമായിട്ടും അവിടെ ഉണ്ടാവൂലേ. ഒരു അമലിൽ അവന്റെ അമലുകളൊക്കെ പ്രദർശിപ്പിക്കപ്പെടും. അപ്പൊ അതായത് ഇത്രയും നല്ലൊരു ദുആയാണിത്. ഞാൻ കുറെ, അതായത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആയതുകൊണ്ട് ഞാൻ ഇത് കുറെ കാലം പഠിപ്പിച്ചു. പക്ഷെ അതിനൊന്നും വലിയൊരു റിയാക്ഷൻ ഒന്നും നമ്മുടെ ഓൺലൈനിലൊന്നും ഉണ്ടായില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പണ്ഡിതന്മാർ ഈ ദുആയെ പറ്റിയൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. മാത്രമല്ല ഗൾഫിലൊക്കെ ഓരോ ദീന് മുസ്ലിങ്ങൾ ദീൻ വിശ്വസിക്കുമ്പോൾ അവർ ഈ കലിമ ചൊല്ലിക്കൊടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ. അപ്പം ഈ ഒരു ദുആ പറഞ്ഞപ്പോ എല്ലാവരും ചോദിക്കും ഇത് സഹിഹാണോ സഹിഹാണോ. അത് ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തത് മാത്രമല്ല മുത്തഫഖു രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ട് മുത്തഫഖു അലൈഹി ആയ ഹദീസുമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കുക മാത്രമല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ 8 കവാടത്തിലൂടെ കടക്കുക എന്ന് മാത്രമല്ല, വേറൊരു ഫളായിൽ എന്താന്ന് വെച്ചാല് നമ്മുടെ മാക്കാന മിൻ അമലിൻ, മാക്കാന മിൻ അമലി എന്ന് പറഞ്ഞാൽ അവന്റെ അമലുകളോട് കൂടിലേ. സുബ്ഹാനല്ലാഹ്, എന്തോരം നല്ല ദുആണ് ഇത്. നമ്മള്
പിന്നെ സാധാരണഗതിയിൽ നമുക്ക് എപ്പോഴെങ്കിലും ചെല്ലാം. കാരണം നമ്മളത് നിസ്കാരത്തിലോ നോമ്പിലോ ഒന്നും ഈ ദുആ പ്രത്യേകമായിട്ട് പറയുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മറ്റേ ഷഹാദത്ത് ചെല്ലുമ്പോ അതിന്റെ കൂടെ ഇതും കൂടെ കൂട്ടി ചൊല്ലിക്കഴിഞ്ഞാൽ അതിനും കൂടെ ഒന്നും കൂടെ ഒരു പ്രൈസ്. അത് സുന്നത്തൊന്നും ഇല്ലട്ടോ, അന്നേരം ചെല്ലണോ, ളുഹറിന് ചെല്ലണോ, അസറിന് ചെല്ലണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതങ്ങ് എന്ന് വെച്ചാല് എന്താ പറയാ, ഓഫലത്തിലായി പോകും. നമ്മൾ ഈ ദുആനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റേ ആയ ഷഹാദത്ത് ചെല്ലുന്നുണ്ടല്ലോ ഉളൂന്റെ, അപ്പൊ അത് കഴിഞ്ഞ് ഈ ഒരു പിന്നെ ഷഹാദത്തും കൂടെ ചെല്ലി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അതൊന്ന് പതിവാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2-3 ബെനിഫിറ്റ് ആയി അല്ലെ. ഒന്ന്, ഭർത്താക്കന്മാരനുസരിച്ചിട്ടുള്ള ഒരു സ്വർഗത്തിന്റെ കവാട ഓപ്പണിംഗ് ആവല്. 2, വുളൂന്റെ ദുആ. 3, ഈസാ ഷഹാദത്ത്. ഇത് 3 നമുക്ക് ബെനിഫിറ്റഡ് ആയി മാറും അല്ലെ. ഇനി 4ാമത് പറയുന്നത് നമ്മളൊരാരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. ആഗ്രഹിച്ചാൽ തന്നെ ആഗ്രഹിക്കാനും പാടില്ല, ആഗ്രഹിച്ചാൽ തന്നെ കിട്ടാൻ പ്രയാസം. അത് വിരലിലെണ്ണാവുന്ന കോടിക്കണക്കിന് ആൾക്കാർക്ക് ഒരാൾക്കൊക്കെ കിട്ടുന്നതാണ് ആ ഒരു കാര്യം. അതായത് അൻ ഉത്ബത്ത് ബിൻ അബസി സ്വലമിയ്യു ഫഖാല സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസത്തും മിനൽ വലദി ലം യബ്ലുൽ ഹിൻസ ഇല്ലാ തലഖൗഹു മിൻ അബ്വാബിൽ ജന്നത്തി സമാനിയത മിൻ അയ്യുഹാ ഷാഅ ദഖല. അതായത് ഉത്ബത്ത് അസ്ലമിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടികളിൽ നിന്ന് 3 പേർ മരണപ്പെടുന്ന യാതൊരു മുസ്ലിമുമില്ല. സ്വർഗത്തിലെ 8 കവാടങ്ങളിൽ നിന്നും അയാളെ സ്വീകരിക്കാതെ ആ കവാടങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്നതിലൂടെ അയാൾക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇത് അൽബാനി ഹദീസിനെ ഹസനെന്ന് വിശേഷിപ്പിച്ചു. നസായി സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ അത് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ 3 പേർ മരണപ്പെടുക എന്ന് വെച്ചാല് ഭയങ്കര റയർ കേസസ് ആണ് അല്ലെ. എന്റെ ഉമ്മക്ക് 2 കുട്ടികൾ മരിച്ചിട്ടുണ്ട്, 2 ഇരട്ട കുട്ടികൾ, ആണും പെണ്ണും, പക്ഷെ 3 ഇല്ല. അങ്ങനെ ഞങ്ങളെ ബന്ധത്തിൽ ഒരാൾക്ക് ഇതുപോലെ 11-12 മക്കളൊറ്റ മരിച്ചിട്ടായ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള വളരെ റയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ 3 മക്കൾ മരിച്ചിട്ടുണ്ടാവുള്ളൂ. 3 മക്കൾ മരിച്ചാൽ പോരാ, ആ മരണത്തിൽ ക്ഷമിക്കുകയും വേണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ളവർക്കാണ് പിന്നെ സ്വർഗത്തിലെ 8 വാതിലുകളും തുറക്കപ്പെടുക. പിന്നെ 5ാമത് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, നമ്മുടെ സാമ്പത്തിക നിലയിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യവുമാണ് അല്ലെ. വളരെ ചെറിയൊരു നിസാരമായ സ്വതക്കാണ്. ഫമൻ കാന മിൻ അഹ്ലി സ്വലത്തോയ മിൻ അബ്വാബി സ്വല. അതാ ആരോ ചോദിക്കുന്നുണ്ട്, ഈ എല്ലാ വാതിലുകളുടെയും വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന് അല്ലെ. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ഇങ്ങനെ കാന ഫി അഹ്ലി സദഖയ മിൻ ബാബി സദഖാത്ത്. ഈ എല്ലാ വാതിലുകളുടെയും പിന്നെ വിളിക്കാൻ അർഹതപ്പെട്ട ഒരേ ഒരാളാണ് മക്കയിൽ ഉണ്ടായിരുന്ന ആരാണ് നിങ്ങൾക്കെല്ലാം അറിയാലോ അല്ലെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലെ. അദ്ദേഹം ഇതിനെല്ലാം ഞാൻ വാറജു അൻ തകൂന മിൻഹും, അക്കൂട്ടരിൽ ഉൾപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന് മാത്രമേ ആ ക്വാളിഫിക്കേഷൻ ഉള്ളൂ അല്ലെ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഈ കുട്ടിന്റെ അതൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചു വന്നാൽ നമുക്ക് അത് നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം അല്ലെ. പിന്നെ മറ്റൊരു 5ാമത്തെ കാര്യത്തിൽ 2 ജോഡി ആടുകളെയോ ഒട്ടകങ്ങളെയോ, അതായത് പശു അങ്ങനെ എന്തെങ്കിലും, ആടുമാട് ഒട്ടകങ്ങളായിരിക്കും ഉദ്ദേശം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ സ്വർഗത്തിന്റെ ഓരോ കവാടങ്ങളിലൂടെയും ഇങ്ങനെ വിളിക്കപ്പെടും, അള്ളാഹുവിന്റെ ദാസ, നിനക്ക് ഇതാണ് നല്ലത്. നമസ്കാരക്കാരനെ നമസ്കാരത്തിന്റെ കവാടത്തിലൂടെ വിളിക്കും, ജിഹാദുകാരനെ ജിഹാദിന്റെ കവാടത്തിലൂടെ വിളിക്കും, സ്വതക്ക കൊടുക്കുന്നവനെ സ്വതക്കയുടെ കവാടത്തിൽ കൂടെ വിളിക്കും. അപ്പൊ ഈ 2 ഇണയാടുകളെ ഇണയൊട്ടകങ്ങളെ കൊടുക്കുന്നവനെ ആ ബാബു സ്വതക്കയിലൂടെ ആയിരിക്കാം ക്ഷണിക്കുക. അള്ളാഹുവിന്റെ റസൂലെ, ഈ കവാടങ്ങളിൽ ഏതിലൂടെ വിളിക്കപ്പെട്ടാലും നല്ലത് തന്നെ, എന്നാൽ ആരെങ്കിലും എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു പറഞ്ഞു, അതെ, താങ്കൾ അവരിൽ ഒരാളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ആണ്
ഈ കവാടങ്ങളിലൂടെ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഈ കവാടങ്ങളിലൂടെ എല്ലാം തന്നെ ഒരാളെ ക്ഷണിക്കപ്പെടുമോ എന്ന്. അതെ, താങ്കൾ അതിൽ ഉൾപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അർജു അൻ തകൂന മിൻഹും ല്ലേ, നിങ്ങൾ അതിൽ ഉൾപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പം 5 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, വുളുവിന് ശേഷമുള്ള ദുആ, അതും എല്ലാം അറിയാം. രണ്ടാമതായിട്ട് പറഞ്ഞത് പിന്നെ 5 വക്ത് നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, പിന്നെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. മൂന്നാമത്തെ അല്ലേ, അതിലും നമുക്കൊരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉള്ള നിസ്കാരത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളുണ്ട്. നമ്മൾ അനുസരണകളുടെ കാര്യത്തിൽ നമ്മളൊക്കെ ഒന്നും കൂടെ വളരണം. ഈ ഞാനും അല്ലെ, നമുക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഇനി വളരെ അനുസരണയുള്ളവളായി മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എന്താവും, ആണുങ്ങൾ സ്ത്രീകൾ അനുസരിക്കുന്നവരായിട്ട് മാറും. അത് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണത്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ധിക്കരിച്ചാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അനുസരിച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും നമ്മൾ അനുസരിക്കുക. അങ്ങനെ നേരെ എതിർ ദിശയിലാണ് അന്നേരം ആക്ഷൻ ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. പിന്നെ 3, ഈ ഈസാ ഷഹാദത്ത് അല്ലേ, ഈസാ ഷഹാദത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, ഞാനത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട്. ദുആന്റെ അല്ല ഷഹാദത്തിന്റെ മെസ്സേജ് കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വബ്നു അമത്തിഹി വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു അന്നൽ ജന്നത ഹഖ് വഅന്ന നാർ ഹഖ്. അതുവരെ മതി കേട്ടോ. അത് ഹലഹുല്ലാഹു എന്നൊന്നും പറയണ്ട, അതുവരെ മതി. മറ്റേത് അതിന്റെ ഹദീസാണ്. ഇതാണ് ഷഹാദത്ത്. ഇത് ചൊല്ലിക്കഴിഞ്ഞാലും ഇതുപോലെ 8 വാതിലിലൂടെയും പ്രവേശിപ്പിക്കും. പിന്നെ മറ്റൊന്ന്, 3 കുട്ടികൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ മരണപ്പെടുന്നതിന് വെച്ചാൽ അതൊരു ഉമ്മ ആഗ്രഹിക്കൂല അല്ലെ, കുട്ടി മരിച്ചിട്ട് എനിക്ക് 8 സ്വർഗ്ഗവാതിൽ തുറക്കണോന്ന്. അത് പോട്ടെ, പക്ഷെ നമുക്ക് പിന്നെ ചെയ്യാനുള്ള അള്ളാഹുവിന്റെ മാർഗത്തില് 2 ഇണയ ആടുകളെ, ഇണയൊട്ടകങ്ങളെ, മൃഗങ്ങളെ, എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ അറുത്ത് ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങളെ ആയിരിക്കാം ഇവരെ ഉദ്ദേശിക്കുന്നത് അതിന് കൊടുക്കുന്നത്. അപ്പൊ ഈ 5 കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായിട്ട് പകർത്തുകയാണെങ്കിൽ വബില്ലാഹി തൗഫീഖ്, അത്രയൊന്നും പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എന്ത് സാധിക്കും, സ്വർഗലോകത്തിലെ 8 വാതിലുകളും തുറപ്പിക്കാൻ സാധിക്കും. അത് വലിയ വലിയ ആനക്കാര്യമൊന്നും പറയുന്നില്ല. ലക്ഷക്കണക്കിന് സദക്ക ചെയ്യണമെന്നോ, ഡെയിലി നോമ്പ് പിടിക്കണമെന്നോ, പിന്നെ 5 മിനിറ്റ് ഇല്ലാണ്ട് നിസ്കരിക്കണമെന്നോ, രാത്രി തീരെ ഉറങ്ങണ്ടാന്നോ, ഭാര്യയുടെ കൂടെ കിടക്കണ്ടാന്നോ, കാർ ഉപയോഗിക്കണ്ടാന്നോ, AC ഉപയോഗിക്കണ്ടാന്നോ, നല്ല വസ്ത്രം ഇടണ്ടാന്നോ, ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു 4-5 കാര്യം മാത്രമാണ്. അതൊന്നും നമ്മളെ കഴിവിൽപ്പെട്ടതല്ല, നമ്മൾ ആഗ്രഹിക്കാനും പാടില്ലാത്ത, പക്ഷെ 4 നമുക്ക് ട്രൈ ചെയ്തിട്ട് നേടാവുന്നതാണ്. വെരി വെരി സിമ്പിൾ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. അത് 4 ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സന്തോഷപൂർവ്വം